അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ഫ്രോക്ക്, സാധാ ഒരു ഫ്രോക്ക് താഴത്ത് ഞെറിയിട്ടിട്ട് കൈ വരുന്നില്ല, കഴുത്ത് വരുന്നുണ്ട്. ആദ്യം നമ്മൾ അടിച്ച സ്ട്രാപ്പ് ആയിരുന്നു, ഇതിന് പകരം ഷോൾഡർ വരും. അപ്പൊ കഴുത്ത് ലൈനിങ് ഇല്ല, ലൈനിങ്ങിന് പകരം നമ്മൾ സെയിം ആയിട്ടൊരു പീസ് കൂടെ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് അടിക്കേണ്ടത് എങ്ങനെയാന്നുള്ളത്, ആ കഴുത്തിന് നമ്മൾ ക്യാൻവാസം പറഞ്ഞില്ല, അടിച്ചു മറിക്കുകയാണ്. അപ്പൊ ഇതാ രണ്ട് നല്ല വശം കൂടി ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ മെയിൻ പീസ് മേലെ വെച്ച് ഇതിനിങ്ങനെ അടിച്ചിട്ട് നമ്മള് ലൈനിങ്ങിന് പകരം അടിച്ചിട്ട് മറിച്ചിട്ട് ഉള്ളിലോട്ട് അടിച്ച് മറിച്ചിടുക. അപ്പൊ ആദ്യം കഴുത്തിനെ അടിച്ച് മറിക്കുക. കഴുത്തടിച്ച് മറിക്കേണ്ടത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. നല്ല വശം ഉള്ളിൽ വെച്ചിട്ട് മെയിൻ പീസ് മേലെ വെച്ചിട്ട് ഇതാ കഴുത്തിന് ആ റൗണ്ടില് മെയിൻ പീസുമ്പോ കഴുത്ത് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കഴുത്തിന് അതേ റൗണ്ടില് റൗണ്ടായിട്ട് അടിച്ചെടുക്കുക. രണ്ട് ഭാഗം ഒരേപോലെ കഴുത്ത് തേടി ഇറങ്ങുകയൊന്നും ചെയ്യാതെ ഒരേ ലെവലിൽ വരിക. കഴുത്തിന് റൗണ്ട് ചെയ്ത് അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തുമ്പ് ലൈനിങ്ങിന് പകരമുള്ള പീസിന്റെ തുമ്പൂടെ ഇതിൻ്റെ ഒപ്പം റൗണ്ടായിട്ട് വെട്ടിക്കൊടുക്കുക. ഒരേപോലെ 1/4 ഇഞ്ച് തുമ്പ് നിർത്തിട്ട് ബാക്കിയെല്ലാം ഫുള്ളായിട്ട് വെട്ടി ഒഴിവാക്കുക. ഇതിവിടെ ചെറിയ രീതിയിൽ റൗണ്ടായി കിട്ടാൻ കുഞ്ഞു ഇട്ട് കൊടുക്കുക. ഈ റൗണ്ടിനൊക്കെ ഒരു 3-4 വെട്ടിട്ട് കൊടുക്കുക. ഇനി ഇതിനെ നേരെ അടിച്ചു മുറിക്കുക. ഒന്ന് നഖം വലിച്ചിട്ട് നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ മെയിൻ തുണിമക്ക് അടിച്ചു മറിച്ചിട്ട് മറിച്ചു കൊടുത്തിട്ട് കഴുത്തൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് കയ്യേറ്റൊക്കെ ഒന്ന് ലെവലാണോ നോക്കുക. ഒന്ന് ലെവലാക്കി എടുക്കുക. എന്നിട്ട് ചെറിയ കിനാരി വീതിക്ക് കൗത്തിനെ നല്ല റൗണ്ടായിട്ട് അഴിച്ചെടുക്കും. ഇസ്തിരി സൗകര്യം ഉണ്ടെങ്കിൽ ഇസ്തിരി ഇട്ട് റൗണ്ട് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഒരേപോലെ റൗണ്ടിങ് ആയിട്ട് തെല്ലിന് ഇവിടേക്കൊന്ന് റൗണ്ട് ചെയ്ത് തന്നെ കൊടുക്കണം. തെല്ലിന് ഒരേപോലെ റൗണ്ടായിട്ട് തന്നെ കിട്ടണം. അപ്പൊ ഇത് നമ്മള് കഴുത്തടിച്ച് മറിച്ച് കഴിഞ്ഞു. ഫ്രണ്ട് കഴുത്തിന്റെ വർക്ക് കഴിഞ്ഞു. കഴുത്ത് റെഡി. കഴുത്ത് ലൈനിങ്ങിന് പകരം ഒരു പീസ് കൂടെ ഉള്ളിൽ വന്നു. ഇനി ഇതുപോലെ തന്നെ ബാക്കിനെയും ലൈനിങ്ങിന് പകരം നമ്മൾ എല്ലാ പീസ് വെച്ചിട്ടുണ്ട്. ഇതിനെയും അടിച്ച് മറിച്ച് കൊടുക്കുക. ലൈനിങ് നല്ല വശം വെച്ചു കൊടുക്കുക. അപ്പൊ ഇതായിരിക്കും ഇതിന്റെ പീസ്. ഇതൊരു കഴുത്ത്, കഴുത്തിന് ആദ്യം ഇത് ബാക്ക് പീസാണ്. ബാക്ക് പീസും ഇതുപോലെ തന്നെ റൗണ്ട് നോക്കിയിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വെച്ചിട്ട് അതേപോലെ തന്നെ കളി സിംഗിൾ നിർത്തിയിട്ട് ബാക്കി റൗണ്ടിന് കളയുക. അപ്പോഴേക്കും ചെറുതായിട്ടൊരു വെട്ടമിട്ട് കൊടുക്കുക. ഉള്ളിലോട്ട് മറിച്ചിട്ട് ഒന്ന് നഖം വലിക്ക് റൗണ്ട് ചെയ്യുക. ഓപ്പോസിറ്റ് പീസും രണ്ട് പീസും ഒരേപോലെ നഖം വലിച്ചൊന്ന് റൗണ്ട് ചെയ്യുക. ഇനി നല്ല വശം ഇത് ലൈനിങ്ങായിട്ട് ഉള്ളിൽ പോവും. നല്ല വശം തന്നെ ഫ്രണ്ട് ചെയ്ത പോലെ തന്നെ
ചെറിയ മിൽക്ക് എല്ലിലൊന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുക്കുമ്പോൾ ഒന്ന് റൗണ്ടാക്കി കൊടുക്കുക. ബാക്ക് ഭാഗം അടിച്ചു മുറിച്ചു. ബാക്ക് കഴുത്തും റെഡി ആയിട്ടുണ്ട്. ഇനി മാറ്, അതായത് ഇത് ഉക്ക് വരുന്ന മാറ് ഇതിന്മേ കൈ വരണം. ബാക്ക് വരും, ബാക്ക് പീസ് അപ്പൊ ഇത് ഉള്ളിലേക്ക് നമ്മൾ ഒരിച്ച് തുമ്പിട്ടിട്ടുണ്ടായിരുന്നു. വണ്ടിയുടെ കൂട്ടിയിട്ട് മാറാക്കി വെക്കുക. സിബിന് പകരം നമ്മള് ഉക്കാണ് കൊടുക്കുന്നത്. അപ്പൊ മാറുക ഉള്ളിലേക്ക് ഇങ്ങനെ അടിച്ചു മറിച്ചു കൊടുക്കുക. അപ്പൊ ഉക്ക് വെക്കണ മാറ് റെഡിയായി. ഇനി ഇതിന്റെ തുമ്പൊക്കെ ഒന്ന് എടുക്കുക.